പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ കാഴ്ചകൾ, ചരിത്രം രേഖപ്പെടുത്തിയ സ്മാരകങ്ങൾ, കൂകിപ്പാഞ്ഞു പോകുന്ന തീവണ്ടി യാത്ര, ഇവയെല്ലാം കണ്ട് നമ്മളിന്ന് പുനലൂർ നഗരസഭയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള അക്ഷരമുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ്. കാരക്കാട് വാർഡിലാണ് ഈ അക്ഷരമുത്തശ്ശി തലയെടുപ്പോടെ നിൽക്കുന്നത്. 110 വർഷമായി ഒരു നാടിന് മുഴുവനും അക്ഷരവെളിച്ചം നൽകി വരുന്ന സർക്കാർ ലോ പ്രൈമറി സ്കൂൾ 1915 ഇവിടെ സ്ഥാപിച്ചത്. കലയനാട്, ഗ്രേസിംഗ് ബ്ലോക്ക്, താമരപ്പള്ളി വാർഡുകളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഈ അക്ഷരമുത്തശ്ശിക്ക് 1956 അംഗീകാരം ലഭിച്ചത്. ഞങ്ങൾ പഠിച്ച സ്കൂൾ തന്നെയാണ്. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ കുട്ടികളോട് പഠിക്കുന്നുണ്ട്. നിരവധി പ്രതിഭകളും അതുപോലെ തന്നെ നിരവധി പേർ പഠിച്ച ഒരു വിദ്യാലയമാണ് ഈ വാളക്കോട് LP സ്കൂൾ. നിരവധി പുനലൂരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം, അതിന് വലിയ പാരമ്പര്യമുള്ളൊരു സ്കൂളാണ് വാളക്കോട് LP സ്കൂള്. സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഫലമായി കേരളത്തിലുള്ള മുഴുവൻ സ്കൂളുകളും ഇന്ന് വളരെ മികച്ച പശ്ചാത്തല സൗകര്യത്തിൽ മുന്നേറുമ്പോൾ കാരക്കാട് വാർഡിൻ്റെ തിലകക്കുറിയായി മാറുകയാണ് വാളക്കോട് LP സ്കൂൾ. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ നിൽക്കുന്നത് വാർഡ് കൗൺസിലർ S. സതേഷാണ്. കുറച്ചു കാലങ്ങൾ കൊണ്ട് ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വളരെ മോശമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറാണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത്, HM മാത്രമായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് അതിൽ നിന്ന് മാറ്റം വരുത്തണം എന്ന് നമ്മളൊരു ഉറച്ച തീരുമാനം കൗൺസിൽ എന്ന നിലയിലും അതുപോലെ തന്നെ നഗരസഭയും അതിനൊരു തീരുമാനം എടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ പുനലൂരിലെ നഗരസഭയിലെ വിദ്യാലയങ്ങളെല്ലാം നല്ല മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ സ്കൂളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 47 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന നിലയിലേക്ക്, അവരുടെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് ഏറെയും ഇവിടെ പഠിക്കുന്നത്. അന്നേരം അവരുടെ പഠന മികവ് നല്ല നിലയിലേക്ക് പോകുന്നതിന് അവരുടെ പാശ്ചാത്തലം പഠിക്കുന്ന സ്ഥാപനം നല്ല നിലയിലേക്ക് മാറണം. ഇപ്പോൾ അണ്ണയുടെ സ്കൂളുകളെല്ലാം തന്നെ കിടപിടിക്കുന്ന നിലയിലേക്ക് നമ്മുടെ വാളക്കോട് LP സ്കൂൾ മാറിയിട്ടുണ്ട്. ശുചിത്വ മിഷൻ്റെ ഒരു 14 ലക്ഷം രൂപ മുടക്കി ഒരു ടോയ്ലറ്റ് ബ്ലോക്കും കൂടെ നമുക്കിവിടെ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഓരോ ദിവസവും മെച്ചപ്പെടുകയാണ്. പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രഥമാധ്യാപികയും മറ്റുള്ള അധ്യാപകരും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഓരോ പരിപാടികളിലും കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കാനും നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി കഴിഞ്ഞ ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകളിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 17 കുട്ടികളെ ഞങ്ങൾ പങ്കെടുപ്പിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും A ഗ്രേഡ് നേടാൻ കഴിഞ്ഞു. അത് വലിയൊരു നേട്ടമാണ്. രക്ഷിതാക്കൾക്കും അതിൽ വളരെയേറെ അഭിമാനമുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കലോത്സവമാണ് അടുത്ത മാസം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ടീച്ചേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ നമുക്ക് ഇനി കൂടുതൽ കുട്ടികളെ ഇവിടേക്ക് വരുത്തുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, പാർക്ക്, അതുപോലെ കുട്ടികൾക്ക് ഉള്ള കളിപ്പാട്ടങ്ങൾ, പ്രീ പ്രൈമറി കുട്ടികൾക്കായാലും അവിടെ നല്ല സാഹചര്യമുള്ള ഒരു അന്തരീക്ഷമാണ്. ടീച്ചേഴ്സ് നല്ല രീതിയിലാണ് അവരെ നോക്കുന്നത്. കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് കൂടുതലായിട്ടും എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളിന് ഇത്രയേറെ മികച്ച രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സ്കൂളിൽ നല്ല അധ്യാപികമാർ ഇപ്പോൾ നിലവിലുണ്ട്. ആ അധ്യാപികമാരും കുട്ടികൾ മാക്സിമം ഇവിടേക്ക് എത്തണം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മുടെ സ്കൂളിലേക്ക് ഒരുപാട് കുട്ടികൾ എത്തിച്ചേരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടികളും അവരുടെ സന്തോഷം മറച്ചുവെച്ചില്ല. കുഞ്ഞു വാക്കുകളിൽ കുറച്ചു വർത്താനം പറഞ്ഞും പാട്ടുപാടിയും അവർ സ്കൂൾ മുറ്റത്ത് നിറഞ്ഞു നിന്നു. ഈ പിള്ളേര് ഒരുമിച്ചിരുന്ന് പാലും ഉച്ചഭക്ഷണവും കഴിക്കുന്ന കണ്ടപ്പോൾ മനസ്സൊരുപാട് പിന്നോട്ട് സഞ്ചരിച്ചു. വർഷങ്ങളായി ഇവിടെ ചോറും കഞ്ഞിയും മുട്ടയും പാലും തയ്യാറാക്കുന്ന അമ്മയുമായി കുറച്ചു നേരം വർത്താനവും പറയാൻ കഴിഞ്ഞു. 90-ാം വർഷത്തിൽ കയറി. അന്ന് 240 പിള്ളേരോളം ഉണ്ടായിരുന്നു. അന്ന് കഞ്ഞി പയറുമായിരുന്നു ഉച്ചക്കലത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് മുട്ടയായി, പാലായി, ചോറായി, 2-3 വട്ടം കറികളായി, രാവിലത്തെ പ്രഭാത ഭക്ഷണങ്ങളായി. ഇനി ഒരുപാട് മാറ്റങ്ങളും സ്കൂളുകളും അപ്പുറമായിട്ട് 2 സ്കൂളും വെച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ശുചിത്വ മിഷന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നടത്താൻ ഒരുങ്ങുമ്പോൾ കുട്ടികൾക്കും അധ്യാപകർക്കും ഒന്നേ പറയാനുള്ളൂ: